എൻ്റെ പേര് മണി കൊല്ലം. ഇത് ഉല്ലാസ് രാജ്. ഞങ്ങൾ കേരള പ്രൈവറ്റ് എയ്ഡഡ് സ്കൂൾ മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ സംസ്ഥാന നേതാക്കന്മാരാണ്. ഞാൻ എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹം ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഞങ്ങളിന്നിപ്പോൾ ഇങ്ങനൊരു പ്രസ് മീറ്റ് വിളിക്കാനുള്ള കാരണം, നമ്മുടെ പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വന്നിട്ട് ഏകദേശം 2 മാസത്തോളമാകുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ 5 വർഷമായി അല്ലെങ്കിൽ ഏകദേശം 10 വർഷമായി പരിഹരിക്കാത്ത നിരവധി വിഷയങ്ങൾ പല പ്രാവശ്യം ഇവിടെ പ്രസ് മീറ്റ് നടത്തി നിങ്ങളുടെ മുമ്പിലൊക്കെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും നിങ്ങളൊക്കെ നന്നായി മീഡിയ അത് കവർ ചെയ്യുകയൊക്കെ ചെയ്തതിൻ്റെ ഫലമായി നല്ല ന്യൂസ് വാല്യൂ ഒക്കെ ഉണ്ടായെങ്കിലും പരിപൂർണമായ പരിഹാരങ്ങൾ ഉണ്ടായിട്ടിരുന്നില്ല. ഏതായാലും പുതിയ ഗവൺമെൻറ് 100 ദിന കർമ്മ പദ്ധതിയിൽ പോലും ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഘട്ടം ഘട്ടമായി ഈ ഗവൺമെൻറ് നടപ്പിലാക്കി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം നശിച്ചു പോകാതെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള മന്ത്രിമാർക്ക് ഒരു സ്വീകരണ പരിപാടി ഈ 15-ാം തീയതി, അതായത് മറ്റന്നാൾ 10 മണിക്ക് നമ്മുടെ ഈ പ്രസ് ക്ലബിന് സമീപമുള്ള മന്നം മെമ്മോറിയൽ നാഷണൽ ക്ലബിൻ്റെ ഹാളിൽ വെച്ച് നടത്തുകയാണ്. അപ്പോൾ പ്രസ്തുത പരിപാടിയിൽ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ N. ഷംസുദ്ദീൻ, ശ്രീ PC വിഷ്ണുനാഥ്, പിന്നെ ടൂറിസം സാംസ്കാരിക മന്ത്രി ശ്രീ KM ഷാജി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ്, ഒപ്പം 1-2 MLA-മാരടക്കം പങ്കെടുക്കുന്ന വിപുലമായ ഒരു സ്വീകരണ പരിപാടിയാണ് ഞങ്ങൾ അവിടെ മറ്റന്നാൾ 10 മണിക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്വീകരണ പരിപാടി എന്നതിനുപരി ഞങ്ങളുടെ വിഷയങ്ങൾ അവരുടെ മുമ്പിൽ പ്രമേയമായി അവതരിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസം മുമ്പ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ 3 ദിവസം മുമ്പ് ഒരു 3.5 മണിക്കൂർ ചർച്ച വിദ്യാഭ്യാസ മന്ത്രിയുമായി ഞങ്ങൾ നടത്തിയിരുന്നു. ആ ചർച്ചയിൽ 2-3 കാര്യങ്ങൾ ഉറപ്പ് തന്നിരുന്നു. അതും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അപ്പോൾ പ്രധാനമായി എല്ലാവർക്കും അറിയാവുന്ന വിഷയം ഈ PWD വിഷയമാണ്. അത് ഭിന്നശേഷി വിഷയമാണ്. കഴിഞ്ഞ 5 വർഷമായിട്ടും ആ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാവാതെ കോടതിയിലും ഗവൺമെൻറ്റിൻ്റെ വാദം പറയാതെ അത് ഇങ്ങനെ നീണ്ടുപോവുകയാണ്. അപ്പോൾ ഭിന്നശേഷിക്ക് ഞങ്ങൾ ആരും എതിരില്ല എന്ന് പല പ്രാവശ്യം ഇവിടെ പ്രസ് മീറ്റിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ വളരെ ലളിതമായി പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൽ എങ്ങനെ നടപ്പിലാക്കിയോ ആ രീതിയിൽ എയ്ഡഡ് സ്കൂളിൽ നടപ്പിലാക്കണം. എയ്ഡഡ് സ്കൂൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികളുടെയാണ്. ഞങ്ങൾ വ്യക്തിഗത മാനേജന്മാരായ 4687 ആ അംഗങ്ങളുള്ള മാനേജന്മാരുടെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്കോ അല്ലെങ്കിൽ NSSനോ ഉള്ള രീതിയിലല്ല, അല്ലെങ്കിൽ നമ്മുടെ PSC വഴി നടത്തുന്ന രീതിയിൽ ഒരു സ്കൂളിനെ ഒരു യൂണിറ്റ് കണക്കാക്കുക എന്നുള്ള ന്യായമായ കാര്യമേ ഞങ്ങൾ പറയുന്നുള്ളൂ. അവിടുത്തെ വരുന്ന ടോട്ടൽ പോസ്റ്റ് എടുക്കുക, അതിനകത്ത് കാറ്റഗറി തിരിക്കുക, ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ വിശദമായി പറഞ്ഞു പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലുള്ളത് LP സ്കൂളുകളാണ്. അത് ഗവൺമെൻറ് തലത്തിലായാലും എയ്ഡഡ് മേഖലയിലായാലും. അപ്പോൾ ഈ സ്കൂളുകൾ നിലനിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉള്ള ആകെ ഒരു UP സ്കൂളിലുള്ള ഒറ്റ പോസ്റ്റാണ് പ്യൂൺ പോസ്റ്റ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് നമ്മൾ കഴിഞ്ഞ 5 വർഷം ഈ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവാതെ അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാതെ എന്നിട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ആ ഒറ്റ പോസ്റ്റിൽ സംവരണം നടപ്പിലാക്കിയാൽ 100% ഒറ്റ വാക്കി പറഞ്ഞത് 100%. 4% സംവരണമാണ് ഈ പറയുന്ന ഭിന്നശേഷി സംവരണം കൊടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്, കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്, ഓഫീസ് മെമ്മോറാണ്ടത്തിലുള്ളത്, ഇതെല്ലാം അങ്ങനെയാണ്. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഒറ്റ പോസ്റ്റ്, ഒരു സ്കൂളിൽ ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ. ആ പോസ്റ്റിലും ഈ സംവരണം കൊടുക്കണമെന്ന് പറഞ്ഞാൽ 100%. അതിനർത്ഥം ആജീവനാന്തം ആ സംവരണം. അപ്പോൾ അത് മറ്റു വിഭാഗങ്ങളെ അല്ലാത്തവർക്ക് അതിനൊരു സംവരണ വിഭാഗത്തിൽ പെടുന്നവർക്ക് അതിന് അർഹത കിട്ടുന്നില്ല. അപ്പോൾ അതിന് ഒരു പരിഹാരം ഉണ്ടാവണം. അതേസമയം കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് സ്കൂളുകളുടെ UP സ്കൂളിലെടുത്താൽ അതിൻ്റെ 4% എടുക്കുക. അത് നിങ്ങൾക്ക് പറയാം 5400 സംതിങ് ഗവൺമെൻറ് സ്കൂളുകളിനകത്ത് എനിക്ക് തോന്നുന്നു 2000 സ്കൂളുകളുണ്ടാവും. ആ സ്കൂളുകളിനകത്ത് അതിൽ നിന്നാണ് അതിൻ്റെ 4% എടുക്കുക. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഉണ്ടാകുന്നൊരു വിഷയമാണ്. അപ്പോൾ അതിന് ഒരു ശാശ്വത പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഏതായാലും ഞാനതിലേക്ക് നിങ്ങളും ഇത് കൃത്യമായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തെ കാര്യങ്ങൾ നിങ്ങൾ വീക്ഷിക്കുന്നുണ്ട്, ഇടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നം പരിഹരിക്കാത്തതുകൊണ്ട് തന്നെ 2021 ശേഷമുള്ള മറ്റ് നിയമങ്ങൾ ഒരു സ്കൂളിൽ നിങ്ങൾക്കൊക്കെ അറിയാം. സാധാരണ ഒരു LP സ്കൂളെന്ന് പറഞ്ഞാൽ ഓരോ ഡിവിഷനാണ്. ഇപ്പോൾ കുട്ടികളുടെ ജനനനിരക്ക് കുറവാണ്,
നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ സാംസ്കാരികക്കാരും ഒക്കെ പറയുന്ന ഒരേ ഒരു കാര്യം ഇവിടെ കുട്ടികൾ നിൽക്കുന്നില്ല, ഇവിടെ പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ താഴെ തട്ടിൽ 1-ാം ക്ലാസ് വരെ തൊട്ട് വന്നിട്ടുണ്ട്. കാരണം ഒന്നാമത് ജനനിരക്ക് കുറവ്. കാരണം ഇവിടെ നമ്മുടെ ജോലി തേടി നമ്മുടെ യുവതലമുറയെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ ഇന്ത്യക്ക് വെളിയിലേ പോകുന്നു. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും നമ്മുടെ ജനനിരക്ക് ഓരോ വർഷവും കുറഞ്ഞു വരുവാണ്. അപ്പോൾ അതിൽ തന്നെ ഇവിടെ പഠിപ്പിക്കണോ വേണ്ടിയോ എന്ന് അവർ ആലോചിക്കുകയാണ്. അപ്പം ഈ രീതിയിലുള്ള 1-ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ, 2-ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ, 3-ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ, 4-ാം ക്ലാസ്സിൽ ഒരു ഡിവിഷൻ, ഇതിൽ ഈ പറയുന്ന കാറ്റഗറിയിലുള്ളൊരു അധ്യാപനം വന്നാൽ കണ്ണും കാണില്ല. അപ്പോൾ അങ്ങനെ അങ്ങനെ രീതിയിൽ ഒരാൾ വന്നാൽ നമ്മുടെ ഒരു കുട്ടി എങ്ങനെ പഠിപ്പിക്കാൻ കഴിയും? അല്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ അഭിപ്രായം. അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ ആ സ്കൂളുകളിൽ കുട്ടികളെ വിടാൻ ഒരു രക്ഷിതാവും തയ്യാറാവുന്നില്ല. അതുപോലെ 5 പേരുള്ള ഒരു സ്കൂളിൽ ഈ സംവരണം നടപ്പിലാക്കുമ്പോൾ 5 പേരുള്ള സ്കൂളിൽ നിങ്ങൾ തന്നെ എടുത്ത് 5% 5 പേരേ ഉള്ളൂ, അല്ലെങ്കിൽ 7 പേരുണ്ടെന്ന് കൂട്ടിക്കോളും. 7 പേരുള്ള സ്കൂളിൽ സംവരണം നടപ്പിലാക്കിയാൽ 25% ഒറ്റയടിക്ക് വരുവാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ അധിക ഡിവിഷൻ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പെൻഷൻ പോസ്റ്റുകൾ, അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ട പോസ്റ്റുകൾ, അങ്ങനെ ഒരു സ്കൂളിൻ്റെ വലിപ്പം അനുസരിച്ച് നിരവധി പോസ്റ്റുകൾ, ആയിരക്കണക്കിന് പോസ്റ്റുകൾ നിയമന അംഗീകാരം കിട്ടാതെ 4-5 വർഷമായി ഈ അധ്യാപകർ ശമ്പളം കിട്ടാതെ, അംഗീകാരം കിട്ടാതെ നരയിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എയ്ഡഡ് സ്കൂളുകൾ നിർത്തുക, അല്ലെങ്കിൽ എയ്ഡഡ് സ്കൂളും ഗവൺമെൻറ് സ്കൂളുകളും നിർത്തുക എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ ഈ ഉള്ള പന്തീരായിരത്തി സ്കൂളുകളിൽ ഈ ഭൂരിപക്ഷം വരുന്നത് എയ്ഡഡ് സ്കൂളിലാണ്. അപ്പോൾ ഈ സ്കൂളുകൾ നിർത്തിയാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസം തന്നെയാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ ഏതായാലും ഈ ഗവൺമെൻറ് മുമ്പിൽ ആ കാര്യങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ പറയുന്ന അഡീഷണൽ ഡിവിഷൻ അടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഇന്നലെയൊക്കെ നിങ്ങളുടെ പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഞാനൊരു വിചിത്രമായ സ്കൂളിൻ്റെ ഫിറ്റ്നസ്സുമായിട്ട് 7 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ അനുമതി മേടിക്കുക. അത് വളരെ വിചിത്രമായ ഉത്തരവുകൾ ഈ ഗവൺമെൻറ് വന്നിട്ട് തന്നെ നിവേദനം കൊടുത്തു, പെട്ടെന്ന് തന്നെ ഓർഡർ ഇറക്കി. അത് നമ്മളെ സംബന്ധിച്ചോളം KER ഒരു പ്രൊഫഷനാണ്. KER പറയുന്നതനുസരിച്ചല്ലേ ഞങ്ങൾക്ക് നിയമം പാലിക്കാൻ കഴിയും. ആരോഗ്യ വകുപ്പിൽ നിന്ന് ഒരു സർക്കുലർ ഇറക്കുക, 7 ഡിപ്പാർട്ട്മെൻറ്റ് അനുവാദം വാങ്ങണമെന്ന്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 1957 ശേഷം തുടങ്ങിയിട്ടുള്ള സ്കൂളുകളെ സംബന്ധിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ സ്കൂളുകളിപ്പോൾ 2012 ശേഷം പുതിയൊരു സ്കൂളുകളോ മറ്റോ ഒരു രീതിയിലും അനുവദിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ തുടങ്ങിയ സ്കൂളുകൾ, അത് പ്രീ KER ബിൽഡിങ് ഇപ്പോഴാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ നിയമം വന്നത്. 2019 പുതിയ നിയമം വന്നത്. അപ്പോൾ അതിനുശേഷം വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകളെല്ലാം ഈ പറയുന്ന എല്ലാ നിയമങ്ങളും പാലിച്ച് പുതിയതായിട്ടൊരു ബിൽഡിങ് വെക്കണമെങ്കിൽ ആ നിയമങ്ങളെല്ലാം പാലിച്ചുകൂടെ വയ്ക്കാൻ. പക്ഷേ പഴയ ബിൽഡിങ്ങുകളെ സംബന്ധിച്ചിടത്തോളം അത് ഗവൺമെൻറ് സ്കൂളായാലും എയ്ഡഡ് സ്കൂളായാലും അതിന് KER പറയുന്നതനുസരിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയറാണ് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് തരേണ്ടത്. അപ്പോൾ അതിന് ബലക്ഷയം ഉണ്ടെങ്കിലോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലോ എല്ലാ വർഷവും അത് മെയിൻ്റെനൻസ് ചെയ്ത് അത് ചെയ്യണം. അതിന് 7 ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഫോറസ്റ്റ് എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഇല്ലെങ്കിൽ കടലോര പ്രദേശമാണെങ്കിലും അവിടെ ഫോറസ്റ്റിൻ്റെ അനുമതി വേണം. അപ്പോൾ ഇത് അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സ്ട്രക്ചറൽ എഞ്ചിനീയർ IIT-ലും എഞ്ചിനീയറിംഗ് കോളേജിലും കൊടുത്താൽ ഒരു 4 ഡിവിഷനുണ്ട്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ സ്കൂളുണ്ട്. ആ സ്കൂളുകൾ സ്ട്രക്ചറൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയാൽ 40,000 രൂപ അടയ്ക്കണം. ഒരു ഗതിയും പരവതിയും ഇല്ലാത്ത ആ സ്കൂളിൻ്റെ ഓടുമാറാൻ ശേഷിയില്ലാത്ത മാനേജർ 40,000 രൂപ അതിന് മാത്രം. അപ്പോൾ അങ്ങനെ ഇതടച്ച് ഗവൺമെൻറ് ഒരു സഹായവും ചെയ്യുന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം നിരവധി വിഷയങ്ങൾ ഈ മേഖല നേരിടുകയാണ്. അപ്പോൾ ആ വിഷയങ്ങൾ ഏതായാലും ഈ ഗവൺമെൻറ് ഞങ്ങളിപ്പോൾ ഈ ഗവൺമെൻറ്റിനെതിരെ ഒരു സമരപ്രഖ്യാപനം നടത്താത്തതല്ല, സംസാരിച്ചപ്പോൾ തന്നെ ഈ വിഷയങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിലുള്ളതാണ്. ഇത് പരിഹരിക്കാവുന്ന ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയബന്ധിതമായി പരിഹരിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമയബന്ധിതമായി പരിഹരിക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളോടൊപ്പം തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖല ഇവിടെയൊക്കെ നേടാൻ ഇത്രയും വർഷങ്ങളായി ഹയർ സെക്കൻഡറി കിട്ടുക. ഒരു പ്രിൻസിപ്പൽ പോസ്റ്റില്ല, അവിടെ തൂക്കാനോ തുറയ്ക്കാനോ ഒരു പ്യൂൺ പോസ്റ്റില്ല. 40 കുട്ടികളെ ശുപാർശ ചെയ്തെടുത്ത് 65 പിള്ളേരും പിന്നെ മന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള റെക്കമെൻഡേഷനും കൂടെ സ്പെഷ്യൽ ഓർഡർ വരുവാണെങ്കിൽ 68 കുട്ടികൾ. നമ്മുടെ UP-യിൽ 30 കുട്ടികളെയാണ് KER പറയുക, മറ്റേത് 45 കുട്ടികളാണ് ഹൈസ്കൂൾ. അത് കഴിഞ്ഞുള്ള കുട്ടികളെ കുത്തിത്തിരിക്കി വെച്ചാൽ ഈ കുട്ടികളുടെ പഠനം ഭാവിയൊക്കെ എന്താവുമെന്ന് ഉള്ളത് ഇതൊരു വലിയ ഒരു ആശങ്കയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം വിഷയങ്ങൾക്ക് ഘട്ടം ഘട്ടമായി പരിഹാരം ഉണ്ടാക്കാമെന്ന് ഗവൺമെൻറ് പറഞ്ഞു. ആ പറഞ്ഞതിനകത്ത് 100 ദിന കർമ്മപദ്ധതിക്കകത്ത് 80 ദിവസത്തിനകം ഈ ഭിന്നശേഷി വിഷയവും ഈ പറയുന്ന ഹയർ സെക്കൻഡറി മേഖല, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖല നേരിടുന്ന വിഷയത്തിനും പരിഹാരം ഉണ്ടാക്കാം 100 ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളുടെ പ്രഖ്യാപനങ്ങളായിരിക്കണം ഈ ഞങ്ങളുടെ സമ്മേളനത്തിൽ ഉണ്ടാവേണ്ടതെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്
ഈ ബുധനാഴ്ച മറ്റന്നാൾ നടക്കുന്ന ഈ പ്രോഗ്രാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാവണം. അത് റിപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ പ്രോഗ്രാമിനും നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു. എല്ലാവരും എത്തണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വിദ്യാഭ്യാസ രംഗത്ത് 65% വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കുന്ന മേഖലയാണ് കേരളത്തിലെ എയ്ഡഡ് മേഖല. ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ 65% വരുന്ന പൊതുവിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ മാനേജ്മെൻറ്റുകൾ വളരെയധികം വൈഷമ്യത്തിലാണ്. കാരണം കേരളത്തിലെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു തൂപ്പ് ജോലിക്ക് പോലും ഒരാളെ നിയമിച്ചിട്ടില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ സ്കൂളിൽ തന്നെ 750ഓളം കുട്ടികൾ 724 കുട്ടികൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നുണ്ട്. അവിടെ ഒരു ക്ലാർക്കില്ല, അതുപോലെ തന്നെ ഒരു പാർട്ട് ടൈം ഇന്നിലില്ല, ലൈബ്രറിയനില്ല. ഇത് കേരളത്തിൽ മൊത്തം പ്രശ്നമാണ്. ഹൈക്കോടതി വിധിച്ചു, സുപ്രീം കോടതി വിധിച്ചു. ഈ വിധിയൊന്നും നടപ്പിലാക്കാൻ ഗവൺമെൻറ്റുകൾ തയ്യാറാകുന്നില്ല. ഇത്തരത്തിൽ ഒരു അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പരിഹരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് കേരളത്തിലെ എയ്ഡഡ് സ്കൂൾ മാനേജർമാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി മന്ത്രിമാരെയും മറ്റുമൊക്കെ ബോധ്യപ്പെടുത്തുന്നതിനും അവരെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 15-ാം തീയതി നടക്കുന്ന ഈ സ്വീകരണ സമ്മേളനം നടക്കുന്നത്. എല്ലാ മാധ്യമ സുഹൃത്തുക്കളുടെയും സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് മാത്രം